ഹായ് കൂട്ടുകാരെ, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻ്റണി ആണെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്പർ 1 ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വൈറലായിട്ടുള്ള ആ വീഡിയോ നമ്മുടെ രേവതിയും രവിയും ഒക്കെ കാണാനിടയാകുന്നുണ്ട് കേട്ടോ. അത് ശ്രുതിയും കൂടി നല്ല രീതിയിൽ ആഘോഷിച്ച് വീഡിയോ ഒക്കെ കൊണ്ടുവന്ന് ചന്ദ്രമതിയുടെ മുമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ ശരത്ത് വരെ നമ്മുടെ രേവതിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഈ നാട് മുഴുവൻ അദ്ദേഹം ഒരു കുടിയനാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതി ആകെ തകർന്നു പോവാണ് കേട്ടോ. ഇതിനെ വിശ്വസിക്കാതിരിക്കാൻ ആർക്കും കഴിയുന്നില്ല. കാരണം അത് വ്യക്തമായിട്ട് വീഡിയോയിലൊക്കെ കാണുന്നുണ്ടല്ലോ. എന്നാൽ നമ്മുടെ സച്ചിയാണെങ്കിൽ അത് വണ്ടിയിൽ കൊണ്ടുപോയ ആൾക്കാർക്ക് മദ്യപം ഒഴിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ അതൊക്കെ ആൻ്റണിയുടെ ഒരു കളിയായിരുന്നു എന്നുള്ളത് വേറെ ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സച്ചി ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് കേട്ടോ. രവിയേട്ടനാണെങ്കിൽ സച്ചിയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. രേവതിയും പിണങ്ങി മാറി കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ചന്ദ്രമതിയായിട്ട് രേവതി നന്നായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുടിയൻ്റെ ഭാര്യ എന്ന് വരെ ചന്ദ്രമതി വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. കാരണം താൻ മദ്യപിച്ചിട്ടില്ലെന്ന് സച്ചിക്ക് മാത്രം ബോധ്യമുള്ളൂ. സച്ചിയാണെങ്കിൽ പലതവണ രേവതിനെയും ഒക്കെ പുറകെ നടന്നിങ്ങനെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരാരും തന്നെ സച്ചിക്ക് മുഖം കൊടുക്കുന്നു പോലുമില്ല കേട്ടോ. അങ്ങനെ എല്ലാം കൊണ്ട് നമ്മുടെ സച്ചി നിരാശയുടെ വക്കിലെത്തിയിട്ടുണ്ട്. ഈ നാട്ടിൽ നിന്ന് പോയാൽ എന്താന്ന് തന്നെ നമ്മുടെ സച്ചി ആലോചിക്കുകയാണ് കേട്ടോ. അവസാനം സച്ചി നമ്മുടെ മഹേഷിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് തൻ്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എടാ, നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഞാൻ ഒരിക്കലും എൻ്റെ രേവതി അത്രത്തോളം കഷ്ടപ്പെട്ട് തന്ന കാറ് ഞാനത് ഒരിക്കലും മദ്യപിച്ച് ഓടിക്കില്ലടാ. ആ കാറാണ് പോലീസുകാരെടുത്തോണ്ട് പോയത്. എന്നെ ആരും വിശ്വസിക്കുന്നില്ലല്ലോ. ആരും എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ. എന്നാൽ എൻ്റെ അച്ഛൻ എന്നോട് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് എനിക്കതൊരിക്കലും സഹിക്കാൻ പറ്റുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. എന്നാൽ ഈ സമയം മഹേഷും ഫ്രണ്ട്സും ഒക്കെ സച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. എടാ, നിന്നെ എങ്ങനെയാ ഒരു കുടിയെന്ന് വിളിക്കുക? ഞങ്ങൾ എല്ലാവരും മദ്യപിക്കാറുണ്ടെങ്കിലും ഞങ്ങൾ ആഴ്ചയിൽ 1-2 മാത്രം രാത്രി സമയങ്ങളിലാണ് മദ്യപിക്കാറ്. എന്നാൽ നീ അത്ര പോലും മദ്യപിക്കാറില്ലല്ലോ. പിന്നെ എങ്ങനെയാടാ? എന്താ ഈ വീഡിയോയ്ക്ക് പിന്നിലെന്ന് നമുക്ക് കണ്ടെത്തണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ആ പോലീസുകാർ നിന്നെ ഒന്ന് ആ ഊതിക്കുന്ന വിഷയം വെച്ചിട്ട് ഊതിക്കാതെയാണോടാ എതെടുത്ത് വെച്ചിട്ട് കൊണ്ടുപോയതെന്നിങ്ങനെ ഒരു ഫ്രണ്ട് ചോദിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അതെ, എനിക്ക് അതൊന്നും ഓർമ്മയില്ലടാ. അവരെന്നോടൊന്നും പറഞ്ഞില്ല. ആ വീഡിയോ കണ്ടിട്ടായിരിക്കണം എന്നെ വന്ന് കാറിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് ആ സമയം കാർ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തതെന്ന് പറയാണ്. എന്നാൽ ഈ സമയം മഹേഷൊക്കെ പറയുന്നുണ്ട്, എടാ, എന്തായാലും ഇതിന് പിന്നിലൊരു ചതി ഉണ്ടാവാതിരിക്കില്ല. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. എങ്ങനെയാണെങ്കിലും നമുക്കിതെങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. നീ എന്തായാലും സ്റ്റേഷനിൽ ചെന്നിട്ട് സത്യാവസ്ഥയൊക്കെ പറഞ്ഞ് വണ്ടി ഇറക്കാനുള്ള കാര്യങ്ങൾ നോക്കെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് പോലീസുകാരോടൊക്കെ പറയുന്നുണ്ട്, സാർ, എന്നെ ഒന്ന് ഉദിക്കുക പോലും ചെയ്യാതാണ് വണ്ടി എടുത്തുകൊണ്ട് വന്നത്. ഞാൻ ഒരിക്കലും മദ്യപിച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളല്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടും ഇല്ല എന്ന് പറയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് പോലീസുകാരൊക്കെ നമ്മുടെ സച്ചി ആട്ടി ഓടിക്കുകയാണ് അവിടുന്ന്. കാരണം ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ വേണ്ടത്? അത് ലോകം മുഴുവൻ കണ്ട വീഡിയോ ആണ്. ഇതിനിപ്പോൾ നിനക്ക് എന്ത് ന്യായീകരണങ്ങളാണ് തരാനുള്ളത്? ഇനി നീ ഒന്നും പറയണ്ട. നിന്റെ വണ്ടിയും തരാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി ആകെപ്പാടെ തകർന്ന അവസ്ഥയിലാണ്. അങ്ങനെ പോലീസുകാർ സച്ചിയോട് പറയുന്നുണ്ട്, നീ ഇനിയിപ്പോൾ ഉടനെ തന്നെ നിന്റെ ലൈസൻസ് വരെയാണ് കട്ടാക്കാൻ പോകുന്നതെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരികെ പോവുകയാണ്. ഈ സമയം രേവതിയാണെങ്കിൽ കുറേ പൂക്കൾക്കൊക്കെ ഓർഡർ വന്നിട്ടുണ്ട്. എന്നാൽ ആകെപ്പാടെ കരഞ്ഞ് വിഷമിച്ച് നമ്മുടെ സച്ചിയെ എന്താണേലും പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല. സംശയമൊക്കെ ഉണ്ടെങ്കിലും സച്ചിയേട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് രേവതി വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ വീഡിയോ കണ്ടല്ലോ, അതിന് പിന്നിൽ എന്താണെന്നുള്ളത് രേവതിക്കും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്നാൽ നമ്മുടെ രേവതിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിയത്. ചന്ദ്രമതി സഹിതം പറഞ്ഞു, നീ വീട്ടിൽ വന്ന് കയറിയ പിന്നെയാണ് ഇവൻ ഇത്രയും വഷളാക്കിയത്, നീയാണ് കാരണമെന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ നമ്മുടെ രേവതിനെയും ആകെ തളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രേവതിയും ഇത് ആകെ വിഷമിച്ചിങ്ങനെ ഓർഡർ കൊടുക്കാനായിട്ട് പോവാണ്. എന്നാൽ ഈ സമയം മഹേഷ് വഴിയിൽ വെച്ച് കാണുന്നുണ്ട്.
അങ്ങനെ മഹേഷ് ആണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ, രേവതി നീ കൂടി അവനെ ഇങ്ങനെ അവിശ്വസിക്കില്ല. അവൻ ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. അവൻ ഒരിക്കലും മദ്യപിച്ച് ഡ്രൈവ് ചെയ്യില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ നീയും കൂടി ഇങ്ങനെ ആയാൽ അവനെ എങ്ങനെ താങ്ങുമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. മഹേഷ് ഏട്ടാ അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നാട് മൊത്തം കണ്ട ആ വീഡിയോയ്ക്ക് ആരാണ് സമാധാനം പറയുക? ഇനി സച്ചിയേട്ടൻ കുടിച്ചിട്ടില്ല എന്ന് പോലും പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട്. അങ്ങനെ രേവതിയും തീരുമാനിക്കുന്നുണ്ട് കേട്ടോ, സച്ചിയേട്ടൻ ആ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്താണെങ്കിലും ഇത് എല്ലാവരുടെയും മുമ്പിൽ തെളിവോടുകൂടി തന്നെ ഇത് തെളിയിക്കണം എന്നിങ്ങനെ ഉറപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയേട്ടൻ ബാറിൽ വെച്ചാണല്ലോ ഈ സംഭവം നടന്നത്. അങ്ങനെയാണെങ്കിൽ ബാറിൽ നേരിട്ടെത്തിയ CCTV ദൃശ്യങ്ങൾ എടുക്കാമല്ലോ എന്നിങ്ങനെ രേവതി പെട്ടെന്ന് തന്നെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ രേവതി ആണെങ്കിൽ ബാറിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ബാറ് തുറന്നിട്ട് പോലും ഉണ്ടായിട്ടില്ല കേട്ടോ. ആ സമയം തന്നെ നല്ല ക്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ രേവതിനെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആഹാ കൊള്ളാമല്ലോ, ഇപ്പൊ പെണ്ണുങ്ങളും ക്യൂവിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയോ? ഇവക്ക് വല്ലതും മദ്യപിക്കണമെങ്കിലേ വീട്ടിൽ വല്ലതും പോയിരുന്ന് മദ്യപിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരെന്ന് രേവതിയെ കളിയാക്കുന്നുണ്ട്. എന്നാൽ രേവതി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. കാരണം സച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ നമ്മുടെ രേവതിയുടെ മുന്നിൽ അന്നേരം ഉള്ളൂ. അങ്ങനെ ഒരു സ്റ്റാഫ് വന്നിട്ട് ബാറ് തുറക്കുന്ന സമയത്ത് രേവതി തന്നെ തള്ളി അകത്തേക്ക് ആദ്യം ഓടിക്കയറി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് എന്താ വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മാനേജറെ ഒന്ന് കാണണമെന്ന് പറയണം. അങ്ങനെ അവർ ആ റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാനേജറുടെ അടുത്ത് എന്നിട്ട് രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, സാർ എനിക്കൊരു ഹെൽപ്പ് വേണം, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയാണ്. എന്താ കുട്ടി വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, സാർ കഴിഞ്ഞ ദിവസം ഈ ബാറിൽ വെച്ചിട്ട് ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ചെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ട്. ഓ ആ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ, അതാരാ കുട്ടിയുടെ? എന്താണെങ്കിലും അയാൾ കാരണമേ ഞങ്ങളുടെ ബാറിന് കൂട്ടിയിട്ടാണ് ചീത്തപ്പേര് വന്നിരിക്കുന്നതെന്ന് പറയാണ് കേട്ടോ. സാർ അങ്ങനെ ഒന്നും പറയില്ല സാർ, അതെൻ്റെ ഭർത്താവാണ്. ഒരിക്കലും എൻ്റെ ഭർത്താവ് മദ്യപിച്ച് വാഹനം ഓടിക്കില്ല സാർ. ആ വീഡിയോ അന്നത്തെ ദിവസത്തെ വീഡിയോ എനിക്കൊന്ന് CCTVയിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ അപേക്ഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം ആ മാനേജർക്ക് ഒരു നിവൃത്തിയില്ലാണ്ട് പറയാണ്, ശരി എന്നാ കാണിക്കാം, ഇതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ പുറത്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്തായാലും കുട്ടി ഇത്രയും പറഞ്ഞതുകൊണ്ട് കുട്ടിക്ക് വേണ്ടിയിട്ട് അതൊന്ന് കാണിക്കാമെന്ന് ഇങ്ങനെ പറയാണ്. അങ്ങനെ ആ മാനേജറാണെങ്കിൽ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് രേവതിയെ കൂട്ടി പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ, ഈ കുട്ടിക്ക് ഒരു CCTV ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അയാളാണെങ്കിൽ വിളിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും രേവതി ഭയങ്കര ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് 2 ദിവസം മുമ്പുള്ള ഒരു ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ടുള്ളവർക്ക് ഒരു CCTV ദൃശ്യങ്ങളാണ്, ബാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ദൃശ്യങ്ങളാണ് വേണ്ടതെന്ന് പറയുകയാണ്. അങ്ങനെ ആ ടൈമിലുള്ള വീഡിയോ എടുത്തിട്ട് അയാൾ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ സച്ചിയുടെ എൻട്രിയാണ് കാണിക്കുന്നത്. സച്ചി ഉള്ളിലേക്ക് വരുന്നുണ്ട്. സച്ചിയുടെ കൂടെ കുറേ വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അവരെ ഇരുത്തിയിട്ട് സച്ചി അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അവർക്കായിട്ട് ഇങ്ങനെ മദ്യം ഒഴിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ സച്ചി കുടിക്കുന്നേ ഇല്ല. അപ്പോഴേക്കും അയാളും പറയുന്നുണ്ട്, ശരിയാണല്ലോ മാഡം പറയുന്നത്, എന്തായാലും അയാൾ കുടിച്ചതായിട്ട് കാണുന്നേ ഇല്ലല്ലോ, ഈ ദൃശ്യങ്ങളിലൊന്നും അയാൾ മദ്യപിക്കുന്ന ഒരു ദൃശ്യമില്ലെന്നിങ്ങനെ പറയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ രേവതിക്ക് പകുതി ശ്വാസം നേരെ വീഴുകയാണ് കേട്ടോ. അങ്ങനെ അയാളോടായിട്ട് രേവതി പറയുന്നുണ്ട്, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെ മദ്യപിക്കില്ലെന്ന് എനിക്കറിയാം, എന്നാലും കണ്ടോന്ന് പറഞ്ഞിട്ട് രേവതി അയാളെ കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി പെട്ടെന്ന് തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ പുറകിലിരുന്നിട്ട് ഒരാളിങ്ങനെ വീഡിയോ പിടിക്കുന്നുണ്ടല്ലോ. ആ വീഡിയോ പിടിക്കുന്ന ആളെ ഒന്ന് സൂം ചെയ്യാനായിട്ട് ഇങ്ങനെ അയാളോട് പറയാണ്. അങ്ങനെ ആ വീഡിയോ പിടിക്കുന്ന ആളെ സൂം ചെയ്യുന്ന സമയത്ത് നമ്മുടെ രേവതി ആകെ ഷോക്കായി പോവാണ് കേട്ടോ. കാരണം വീഡിയോ പിടിക്കുന്നത് ആരുമല്ല ആന്റണി തന്നെയാണല്ലോ. അപ്പോൾ ഇത് ആന്റണി കുടുക്കിയ ഒരു വഴി ഇതാണെന്നുള്ളത് രേവതിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആന്റണിയെ കണ്ടത് നമ്മുടെ രേവതിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ. ആഹാ ഇവനൊപ്പിച്ച പണിയാണല്ലേ, എൻ്റെ സച്ചിയേട്ടനെ കൊടുക്കാനായിട്ട് ഈ ദ്രോഹിയാണ് ഇത് ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് അയാളോട് പറയുന്നുണ്ട് കേട്ടോ. അതെ എനിക്കൊരു സഹായം കൂടി ചെയ്യുമോ, ഈ വീഡിയോ ഞാൻ തരുന്ന നമ്പറിലേക്കൊന്ന് സെൻഡ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നമ്പർ കൊടുത്തതനുസരിച്ചിട്ട് ആ നമ്പറിലേക്ക് വീഡിയോ സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് വേറെ ആരുടെയും നമ്പറല്ല, നമ്മുടെ ശ്രീകാന്തിൻ്റെ നമ്പർ തന്നെയാണ്. ശ്രീകാന്തിൻ്റെ ഫോണിലേക്കാണ് ആ CCTV ദൃശ്യങ്ങൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ രേവതിയാണെങ്കിൽ ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണല്ലോ മഹേഷിൻ്റെയൊക്കെ കൂടെ. അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. ഓടി ചെന്നിട്ട് എല്ലാവരും നിൽക്കുന്നോ പോലും മൈൻഡ് ചെയ്യാതെ നമ്മുടെ രേവതി ഓടി ചെന്നിട്ട് സച്ചിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പൊട്ടിക്കറിയുന്നുണ്ട്, സച്ചിയേട്ടാ എന്നോട് ക്ഷമിക്കണേ, സച്ചിയേട്ട തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട്,
സച്ചിയേട്ടൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു, എന്നോട് ക്ഷമിക്കും സച്ചിയേട്ട എന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രീകാന്തും ഒരുപാട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്നാൽ സച്ചി കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. സച്ചി ഇങ്ങനെ പെട്ടെന്ന് തന്നെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, നിനക്കിപ്പോൾ എന്താ പറ്റിയത്? ഇത്രയും നാൾ ഞാൻ പറഞ്ഞിട്ടൊന്നും നീ വിശ്വസിച്ചില്ലല്ലോ, പിന്നെ എന്താ ഇപ്പം പെട്ടെന്നൊരു വിശ്വാസം വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടൻ്റെ നിരപരാധിത്വം അല്ലാവേ ഇപ്പോൾ ദേൻ്റെ തെളിഞ്ഞിട്ടുണ്ട്. അത് രേവതി ചേച്ചി കയ്യോടെ തന്നെ ബാറിൽ പോയിട്ടേ CCTV ദൃശ്യങ്ങൾ തന്നെ എടുത്തുകൊണ്ട് വന്ന് തെളിയിച്ചിരിക്കുകയാണെന്നും പറയാണ്. സച്ചിയേട്ടൻ എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും സച്ചിയേട്ടൻ ഒരുപാട് ഭാഗ്യം ചെയ്ത ആളാണ്. അല്ലെങ്കിൽ രേവതി ചേച്ചിയെ പോലെ ഒരാളെ കിട്ടുകയില്ല. രേവതി ചേച്ചിക്ക് സച്ചിയേട്ടനോടുള്ള സ്നേഹം കണ്ടോ എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് സച്ചിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്. ശരിയാണോ രേവതി, നീ അതൊക്കെ കണ്ടോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നോട് ക്ഷമിക്കും സച്ചിയേട്ടാ, ഞാൻ CCTV ദൃശ്യം കാണേണ്ടി വന്നു എൻ്റെ സച്ചിയേട്ടനെ വിശ്വസിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ പറയുന്നുണ്ട് കേട്ടോ, വീണ്ടും എന്നോട് ക്ഷമിക്കുന്നു പറയല്ലേ രേവതി, നീ തന്നെ വേണ്ടി വന്നില്ലേ എനിക്ക് എൻ്റെ നിരപരാധിത്വം എല്ലാവരെയും അറിയിക്കാനായിട്ട് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ശ്രീകാന്ത് സന്തോഷത്തോടു കൂടി തന്നെ ആ വീഡിയോ ഉണ്ടല്ലോ അത് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ മൊത്തം പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ പോലീസുകാരും ഈ വീഡിയോ എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ സച്ചിയെ കൊണ്ട് തന്നെ വേറൊരു വീഡിയോയും കൂടി ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ട ഉടനെ അതിന് മറുപടിയായിട്ട് ഒരാളെ ഇങ്ങനെ ഇതുപോലെ മാനസികമായിട്ട് തകർക്കല്ലേ. കാരണം എൻ്റെ ജീവിതത്തിൽ പറ്റിയൊരു അബദ്ധമാണത്. ഇത് ഫേക്കായിട്ടുണ്ടാക്കിയ വീഡിയോ. ഇതിൻ്റെ എല്ലാ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് എൻ്റെ ഭാര്യ തന്നെ എനിക്ക് വേണ്ടി വന്നു. എന്തായാലും എൻ്റെ ഭാര്യ എൻ്റെ ഭാഗ്യമാണ്, പൊന്നാണെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ CCTV ദൃശ്യങ്ങൾ കൂടി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറുപടിയായിട്ട് ഒരു വീഡിയോയും കൂടി നമ്മുടെ സച്ചി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തും രേവതിയും കൂടിയിട്ട് സച്ചിനെ കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ പോലീസുകാരും ഈ വീഡിയോ എല്ലാം ഈ സമയം കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അവർക്കും ഒന്നും പറ്റാത്തൊരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയെ കാണുമ്പോഴേ അവർ പെട്ടെന്ന് തന്നെ സാറിന് കസേരയിട്ട് കൊടുക്കുക, നിങ്ങൾ വാ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര സ്വീകരണമാണ് കേട്ടോ. അങ്ങനെ രേവതിയോടും പറയുന്നുണ്ട്, എന്തായാലും സച്ചിയുടെ മുമ്പിൽ വെച്ചിട്ട് രേവതിനെ അവർ പുകഴ്ത്തുകയാണ്. എന്തായാലും ഇവിടെ വരുന്ന ഭാര്യമാരെല്ലാം ഓരോരുത്തരും ഭർത്താക്കന്മാരെ കുടിച്ചിട്ട് വഴക്കുണ്ടാക്കുന്നു. ഈ ഭർത്താവിനെ ഞാൻ മടുത്തു, ചിലവിന് തരുന്നില്ല, ടൂറ് കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊണ്ട് ഡിവോഴ്സ് തരുന്ന കാലമാണിത്. എന്നാൽ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ ഇത്രയും വീഡിയോ സഹിതം കണ്ടിട്ടും നിങ്ങളെ തെറ്റിദ്ധരിക്കാതെ നിങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചല്ലോ. നിങ്ങൾ എന്തായാലും ഒരു ഭാഗ്യം ചെയ്ത ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിനെ ഇങ്ങനെ പ്രശംസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആൻ്റണിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇയാളാണല്ലേ ഇതിനെല്ലാം കാരണം, അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, എന്തായാലും നിങ്ങൾ സമാധാനമായിട്ട് ചെല്ലെന്ന് പറയാണ്. അങ്ങനെ മറ്റൊരു പോലീസുകാരനെ വിട്ടിട്ട് ആൻ്റണീനെ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ആൻ്റണി വരുന്നുണ്ട്. അങ്ങനെ രേവതിയാണെങ്കിൽ ചെന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, എന്തായാലും സച്ചിയേട്ടൻ ഇവിടെ നിന്ന് നിൽക്കുക, എനിക്കൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആൻ്റണീനെ കാണുന്നു. രേവതി പോയിട്ട് ആൻ്റണിയുടെ കർണം അടിച്ച് പൊടിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ നിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പോലീസുകാർ പറയുന്നുണ്ട്, എന്താ നിങ്ങൾ കാണിക്കുന്നത്, ഇത് സ്റ്റേഷനാണ്, നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല, ബാക്കി കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാണ്. അങ്ങനെ ആൻ്റണീനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിൻ രേവതിയും ഭയങ്കര സന്തോഷത്തോടു കൂടി പോകുന്നതാണ്. ബാക്കി എപ്പിസോഡ് നമുക്ക് ബാക്കി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.